അസ്സലാമലൈക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് എൻ പി എനെ കുറിച്ചായിരുന്നു. ലാസ്റ്റ് നമ്മൾ ഡീൽ ചെയ്ത ടോപ്പിക്കാണ് എൻ പി എ, നോൺ പെർഫോമിംഗ് അസറ്റ്. എന്താ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് മിസ് പറഞ്ഞു തന്നത്? നമ്മളുടെ ബിസിനസ്സിന്, അതായത് നമ്മളുടെ ബാങ്കിങ് കമ്പനിക്ക് ഇൻകം ഏൺ ചെയ്യാത്ത എന്തെങ്കിലും അസറ്റുകൾ ഉണ്ട്. അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെ ലോൺ പ്രൊവൈഡ് ചെയ്തതായിരിക്കും അവർ. ആ ലോണിന് ഇൻകം ഒന്നും നമുക്ക് കുറച്ച് നാളായിട്ട് കിട്ടുന്നില്ല എങ്കിൽ അതിനെയാണ് നമ്മൾ നോൺ പെർഫോമിംഗ് അസറ്റുകൾ എന്ന് പറയുന്നത്. ലോണിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് പേയ്മെന്റ് നടക്കുന്നില്ല. നോർമലി 90 ഡേയ്സ് ആണ് നമ്മൾ ടേം ലോൺസിന് കൺസിഡർ ചെയ്യുന്നത്. 90 ദിവസത്തിൽ കൂടുതലായിട്ട് ഒരു ലോണും മേല് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല, ഇൻകം കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ അതിനെ നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് കണക്കാക്കും. ഇങ്ങനെയുള്ള നോൺ പെർഫോമിംഗ് അസറ്റിന്റെ ട്രീറ്റ്മെന്റുകൾ നമ്മൾ പഠിച്ചതാണ്. അതിൽ 2 ജേർണൽ എൻട്രീസ് പഠിച്ചു. അത് കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞിരുന്നു. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഇൻകം ഏൺ ചെയ്യുന്നതിൽ ഏത് ഇൻകം ആണ് നമ്മൾ എടുക്കേണ്ടത്, ഏത് ഇൻട്രസ്റ്റ് ഏൺ ചെയ്തതാണ് നമ്മൾ എടുക്കേണ്ടത് എന്നാണ് പഠിച്ചത്. പെർഫോമിംഗ് അസറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഏൺഡും, നോൺ പെർഫോമിംഗ് അസറ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡുമാണ് നമ്മൾ ഇൻകം കാൽക്കുലേഷന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, നോൺ പെർഫോമിംഗ് അസറ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, നമ്മൾ എത്ര റിസീവ് ചെയ്തോ അത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതല്ല പെർഫോമിംഗ് അസറ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഏൺഡ് നമ്മൾക്ക് എടുക്കാം. അതായത് ഇൻട്രസ്റ്റ് എത്ര ഡ്യൂ ആയിട്ടുണ്ട് ഈ മാസം, അത് നമുക്ക് ഇൻകം കാൽക്കുലേഷന് വേണ്ടിയിട്ട് എടുക്കാം എന്ന് പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നോൺ പെർഫോമിംഗ് അസറ്റുകളെ കുറിച്ചല്ല. അത് കഴിഞ്ഞ് നമുക്ക് ബാങ്ക് അഡ്വാൻസസ് എന്ന് പറഞ്ഞാൽ എന്താ? ലോണ് തന്നെയാണ്. ഈ ലോണുകൾ നമ്മൾ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ആക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ ഈ ലോണിന്റെ റിസ്കിനനുസരിച്ച് നമ്മൾക്ക് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് ഭാവിയിൽ എത്രത്തോളം നഷ്ടം വരാൻ സാധ്യതയുണ്ട്, ഭാവിയിൽ ഡീഫോൾട്ട് പേയ്മെന്റ്സ് നടക്കാൻ സാധ്യതയുണ്ടോ, ഡീഫോൾട്ട് പേയ്മെന്റ് ഓഫ് എയ്തർ ദി പ്രിൻസിപ്പൽ എമൗണ്ട് ഓർ ദി ഇൻട്രസ്റ്റ് എമൗണ്ട്, കസ്റ്റമേഴ്സ് ലോൺ റീപേ ചെയ്യാതിരിക്കുമോ, കസ്റ്റമേഴ്സ് ഇൻട്രസ്റ്റ് റീപേ ചെയ്യാതിരിക്കുമോ എന്നുള്ള ഫ്യൂച്ചർ നമ്മൾ ഇന്നേ ഡിറ്റർമൈൻ ചെയ്ത് വെച്ചിട്ട് അതിനുള്ള പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്. കസ്റ്റമേഴ്സ് പേയ്മെന്റ് നടത്തിയില്ല, പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേയ്മെന്റ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബേർഡൻ ആണ് അല്ലേ? കമ്പനിക്ക് പെട്ടെന്ന് അത് അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ അതിന് വേണ്ടിയിട്ട് പ്രോഫിറ്റിൽ നിന്ന് ഒരു ഭാഗം ഈ പ്രൊവിഷൻ, ഇങ്ങനത്തെ പ്രൊവിഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുകയാണ് നമ്മൾ സാധാരണ ബാങ്കുകളിൽ ചെയ്യാറ്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ബാങ്ക് അഡ്വാൻസസ്, അതായത് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ലോണുകളെ നമ്മൾ ഡിഫറെന്റ് കാറ്റഗറീസ് ആയിട്ട് തിരിക്കുന്നത്. പ്രധാനമായിട്ടും 4 ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്: സ്റ്റാൻഡേർഡ് അസറ്റ്, സബ് സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ് ആൻഡ് ലോസ് അസറ്റ്. സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് അസറ്റിൽ നമുക്ക് നോർമൽ റിസ്ക് ഉണ്ടാവുള്ളൂ. ഡിഫോൾട്ട് പേയ്മെന്റ് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് കസ്റ്റമേഴ്സ് ഇൻട്രസ്റ്റും പ്രിൻസിപ്പൽ എമൗണ്ടും പേ ചെയ്യാതിരിക്കുന്ന അവസ്ഥ വളരെ കുറവാണ് സ്റ്റാൻഡേർഡ് അസറ്റിൽ. അപ്പോൾ അവിടെ റിസ്ക് നോർമൽ റിസ്ക് ആണ്, അധികം പ്രോബ്ലംസ് ഒന്നും അവിടെ റേസ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള അസറ്റുകളിൽ നമുക്ക് 3 ആയിട്ടാണ് മെയിൻ ആയിട്ട് ഇങ്ങനത്തെ അസറ്റിനെ തരംതിരിച്ചിട്ടുള്ളത്. അതിന് എത്ര പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് 3ാമത്തെ കോളത്തിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ടെക്സ്റ്റ് ബുക്കിൽ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് അഗ്രികൾച്ചർ ആൻഡ് SMEക്ക് കൊടുത്തിട്ടുള്ള അഡ്വാൻസുകളാണ്. ലോണുകളാണെങ്കിൽ നമ്മൾ അഗ്രികൾച്ചറൽ ലോൺ എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ തന്നെ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ് ലോൺ, ഇവർക്കൊക്കെ കൊടുക്കുന്ന ലോണുകൾക്ക് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് 0.25% ആണ്. സാധാരണ നമുക്കറിയാം അഗ്രികൾച്ചറൽ ലോണിനും SMEക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ലോണിലൊക്കെ എന്തായിരിക്കും? ഇൻട്രസ്റ്റ് എമൗണ്ട് വളരെ കുറവായിരിക്കും, ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവായിരിക്കും. അഡ്വാൻസസ് ടു കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് CRE ഇവർക്ക് കൊടുത്തിട്ടുള്ള ലോണിനും ഇതുപോലെ തന്നെ നോർമൽ റിസ്ക് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് അസറ്റിലാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അവർക്ക് 1% ആണ് പ്രൊവിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. മറ്റു ലോൺ അസറ്റുകൾ ഉണ്ട് എങ്കിൽ അവർക്ക് 0.40%. ഇതാണ് സ്റ്റാൻഡേർഡ് അസറ്റിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്.
ഇനി രണ്ടാമത്തെ കാറ്റഗറൈസേഷൻ ആണ് സബ്സ്റ്റാൻഡേർഡ് അസറ്റ്. സബ്സ്റ്റാൻഡേർഡ് അസറ്റിൽ പറയുന്നത് ഇവ നോൺ പെർഫോമിംഗ് അസറ്റുകളാണ്. നോൺ പെർഫോമിംഗ് അസറ്റിന്റെ താഴെ വരുന്നതാണ് സബ്സ്റ്റാൻഡേർഡ് അസറ്റ്. അത് 12 മാസം വരെ അൺസെക്യൂർഡ് ലോൺ ആയിരിക്കും. അതായത് 12 മാസം വരെയാണ് ഇത് നമ്മൾ നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. നമ്മൾ പറഞ്ഞത് എന്താ, നോൺ പെർഫോമിംഗ് അസറ്റ് സാധാരണ ടേം ലോണിന്റെ കേസിൽ 90 ദിവസത്തിൽ മേലെ, 90 ദിവസം എന്ന് പറയുമ്പോൾ 3 മാസമായി, 3 മാസത്തിൽ മേലെയായിട്ട് ഇൻകം ഒന്നും ഏൺ ചെയ്യാത്ത ലോണുകൾ അല്ലെങ്കിൽ അഡ്വാൻസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള നോൺ പെർഫോമിംഗ് അസറ്റ് 3 മാസത്തിൽ കൂടുതലായി നമ്മൾക്ക് ഇൻകം ഒന്നും ഏൺ ചെയ്യുന്നില്ല, പക്ഷെ 12 മാസത്തിൽ മേലെ പോയിട്ടില്ല. ഓക്കെ, 12 മാസം വരെയാണ് അവയിൽ നിന്ന് ഇൻകം നമുക്ക് കിട്ടാതിരുന്നിട്ടുള്ളത് എങ്കിൽ, 12 മാസത്തിൽ താഴെയാണ് കേട്ടോ പറഞ്ഞപ്പോൾ 1 വർഷം വരെ എടുക്കാം നമുക്ക്. അങ്ങനത്തെ കാറ്റഗറിയിലാണ് നമ്മൾ സബ്സ്റ്റാൻഡേർഡ് അസറ്റുകൾ വരുന്നത്. അപ്പോൾ ഈ 1 വർഷം വരെയുള്ള NPA-കളെ നമ്മൾ സബ്സ്റ്റാൻഡേർഡ് അസറ്റിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇതിൽ പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ആയിട്ട്, ക്ലാസിഫൈഡ് ആസ് NPA ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിങ് 12 മന്ത്സ്, 12 മാസത്തിൽ കൂടില്ല. അതിൽ സെക്യൂർഡ് ലോൺ ആണെന്നുണ്ടെങ്കിൽ 15%. നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ കണ്ടിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്തപ്പോൾ NPA-യെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നത്, സെക്യൂർഡ് എന്നും അൺസെക്യൂർഡ് എന്നും അല്ലേ. സോറി, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടില്ല, ഇനി വരുന്ന പ്രോബ്ലത്തിലാണ്, സോറി. NPA-യെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, നോൺ പെർഫോമിംഗ് അസറ്റിനെ രണ്ടായിട്ട് തരംതിരിക്കാം, സെക്യൂർഡ് ലോൺ എന്നും അൺസെക്യൂർഡ് ലോൺ എന്നും. സെക്യൂർഡ് ലോൺ എന്ന് പറയുമ്പോൾ എന്താ, സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ആ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട്. അൺസെക്യൂർഡ് ലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെയാണ് കസ്റ്റമർ ആ ലോൺ എടുത്തുകൊണ്ട് പോയിട്ടുള്ളത്, സെക്യൂരിറ്റി ആയിട്ടൊന്നും ബാങ്കിൽ വെച്ചിട്ടില്ല. അപ്പോൾ അൺസെക്യൂർഡ് ലോൺ ആണെന്നുണ്ടെങ്കിൽ, സെക്യൂർഡ് ലോൺ ആണെന്നുണ്ടെങ്കിൽ 15% ആണ് പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അൺസെക്യൂർഡ് ലോൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 20% ആണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സേഫ് ഗാർഡ്സ്, സർട്ടൈൻ സേഫ് ഗാർഡ്സ് സച്ച് എസ് എസ്ക്രോ അക്കൗണ്ട്സ് ആർ അവൈലബിൾ. സേഫ് ഗാർഡ് അക്കൗണ്ട്സുകളാണ് നമുക്ക്, സേഫ് ഗാർഡ് ലോണുകളാണ് നമ്മൾ സാധാരണ അൺസെക്യൂർഡിൽ വരുന്നത്. അതിന് 20% പ്രൊവിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഓൺ അൺസെക്യൂർഡ് അതർ ലോൺ അക്കൗണ്ട്, എസ്ക്രോ പോലുള്ളതിന് 20%, മറ്റ് അൺസെക്യൂർഡ് ലോൺ അക്കൗണ്ട് വിച്ച് ഈസ് കം അണ്ടർ ദി NPA ആൻഡ് നോട്ട് എക്സീഡിങ് 12 മന്ത്സ്. കണ്ടീഷൻസ് 3 എണ്ണമാണ്. അൺസെക്യൂർഡ് ആണോ നോക്കണം, NPA ആണോ നോക്കണം, അതുമാത്രമല്ല 12 മന്ത്സിൽ താഴെയാണോ NPA ആയിട്ടുള്ളത് എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ 25%. ഇനി നമുക്ക് അടുത്ത കാറ്റഗറൈസേഷൻ വരുന്നതാണ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്. ഡൗട്ട്ഫുൾ അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NPA-യുടെ പോർഷൻ തന്നെയാണ്, പക്ഷേ നമുക്ക് 12 മാസത്തിൽ കൂടുതലായി അത് നോൺ പെർഫോമിംഗ് അസറ്റുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സബ്സ്റ്റാൻഡേർഡ് അസറ്റ് 12 മാസം വരെ NPA ആയിട്ടിരിക്കുകയാണ്, 1 വർഷം വരെ. ഇവിടെ എത്തിയപ്പോൾ നമുക്ക് 1 വർഷത്തിൽ മേലെയായി ഈ അസറ്റുകൾ നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. NPA ഫോർ എ പീരീഡ് എക്സീഡിങ് 12 മന്ത്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അൺസെക്യൂർഡ് പോർഷൻ ആണെങ്കിൽ നമുക്ക് 100% വരുന്നുണ്ട്. ഇനി ഓൺ സെക്യൂർഡ് പോർഷൻ ഈ പീരീഡ് ഫോർ വിച്ച് ദി അഡ്വാൻസസ് ഹാസ് ബീൻ കൺസിഡേർഡ് ആസ് ഡൗട്ട്ഫുൾ. നേരത്തെ നമ്മൾ സെക്യൂർഡ് പോർഷന് എത്ര പെർസെൻറ്റേജാ പ്രൊവിഷൻ കൊടുത്തത്, 15% ആണ്. ഇവിടെ നമ്മൾ സെക്യൂർഡ് പോർഷനെ 3 തരമായിട്ട് തിരിക്കുന്നുണ്ട്. സെക്യൂർഡ് പോർഷന്, അൺസെക്യൂർഡ് പോർഷന് നമ്മൾ ഇവിടെ ഡൗട്ട്ഫുൾ അസറ്റിൽ 100% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അൺസെക്യൂർഡ് ലോൺ ആണെന്നുണ്ടെങ്കിൽ, സെക്യൂർഡ് ലോൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. 1 ഇയർ വരെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 25%, 1 വർഷം മുതൽ 3 വർഷം വരെ ആയിട്ടാണ് NPA ആയിട്ടുള്ളത് എങ്കിൽ 40%, 3 വർഷത്തിൽ മേലെയാണെന്നുണ്ടെങ്കിൽ 100%. അപ്പോൾ ഡൗട്ട്ഫുൾ അസറ്റിൽ ശ്രദ്ധിക്കേണ്ടത് അൺസെക്യൂർഡ് പോർഷൻ ആണെന്നുണ്ടെങ്കിലോ 100%, അതുപോലെ തന്നെ 3 വർഷത്തിൽ മേലെയായിട്ട് സെക്യൂർഡ് അസറ്റ് ആണെന്നുണ്ടെങ്കിലും 100%. പിന്നെ സെക്യൂർഡ് അസറ്റിൽ തന്നെ നമുക്ക് 1 വർഷം വരെയാണ് ഇത് നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് നിൽക്കുന്നത് എങ്കിൽ 25%, 1 വർഷം മുതൽ 3 വർഷം വരെയാണ് സെക്യൂർഡ് പോർഷൻ NPA ആയി നിൽക്കുന്നത് എങ്കിൽ 40%. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം,
സെക്യൂർഡ് ആണോ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം 12 മാസത്തിൽ കൂടുതലായിട്ടാണോ ഇത് NPA ആയി നിൽക്കുന്നത് എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ അത് ഡൗട്ട്ഫുൾ അസറ്റ് ആണ്. 12 മാസത്തിൽ താഴെ NPA ആയി നിൽക്കുന്നതാണെങ്കിൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞ സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 12 മാസത്തിൽ മേലെ NPA ആണോ? അതെ എങ്കിൽ അതിനെ നമ്മൾ സെക്യൂർഡ് ആണോ അൺസെക്യൂർഡ് ആണോ എന്ന് നോക്കണം. സെക്യൂർഡ് ആണെന്നുണ്ടെങ്കിൽ 3 കാറ്റഗറി വരുന്നുണ്ട്. സെക്യൂർഡ് ആണെന്നുണ്ടെങ്കിൽ 1 വർഷം വരെയാണെങ്കിൽ 25%, 1 വർഷം മുതൽ 3 വർഷം വരെയാണ് NPA എങ്കിൽ 40%, 3 വർഷത്തിൽ മേലെയാണെങ്കിൽ 100%. ഇനി ഇതിൽ സെക്യൂർഡ് പോർഷൻ ആണെന്നുണ്ട്, അൺസെക്യൂർഡ് പോർഷൻ ആണ് എന്നുണ്ട് എങ്കിൽ 100% പ്രൊവിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇനി 4ാമത്തെ കാറ്റഗറൈസ് വരുന്നതാണ് ലോസ് അസറ്റ്. എന്താ ലോസ് അസറ്റ്? ഫുള്ള് നഷ്ടത്തിലാണ് നമുക്ക്. സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ആണ് ആൻഡ് പെയ്ഡ് നോട്ട് പെയ്ഡ് ആഫ്റ്റർ 3 years. ദ മീനിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. It is a loss asset has been identified by the bank or internal or external auditors or the RBI inspection. ഈ പറഞ്ഞവരിൽ ആരെങ്കിലും ലോസ് അസറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ but the amount has not been written off wholly or partly. എമൗണ്ട് നമ്മൾ ഇതുവരെ റൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല, ഈ ലോൺ എമൗണ്ട്. If the loan is not paid even after 3 years of being classified as a substandard asset, it may be identified as a loss asset. നമ്മൾ 3 വർഷത്തിൽ മേലെയാണ് എന്നുണ്ടെങ്കിൽ ഡൗട്ട്ഫുൾ അസറ്റിൽ 100% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇങ്ങനെ 3 വർഷത്തിൽ മേലെയായി നമുക്ക് സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ആണ്, അതിന്റെ പേയ്മെന്റും നടത്തിയിട്ടില്ല എങ്കിൽ 100% പ്രൊവിഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ 3 വർഷത്തിൽ മേലെയുള്ള സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ലോസ് അസറ്റ് ആണ്, 100% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇങ്ങനെ 4 കാറ്റഗറിയാണ് നിങ്ങൾക്ക് വരുന്നത്. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യം വരും ഈ പ്രൊവിഷൻസ് ഒക്കെ. ഏതാണ് മിസ് ഓൾറെഡി പറഞ്ഞു വെച്ചത്. ഇല്ലുസ്ട്രേഷൻ 12 എടുത്തേ. ഇല്ലുസ്ട്രേഷൻ 12 നിങ്ങളോട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് അസറ്റ് 10 lakh തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് അസറ്റിന് നമുക്ക് സാധാരണ ഇതിൽ വേറെ ക്ലാസിഫിക്കേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. സ്റ്റാൻഡേർഡ് അസറ്റ് നമ്മളോട് അഗ്രികൾച്ചറൽ SME ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് വരുന്നത്? 0.25 ആണ്. മറ്റ് കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് CRE ആണെങ്കിൽ 1% ആണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. നമുക്ക് അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് കാറ്റഗറൈസ് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് അതർ ലോൺ അസറ്റിന്റെ പ്രൊവിഷൻ എടുക്കാം 0.40%. ഇനി സബ്സ്റ്റാൻഡേർഡ് അസറ്റ് നോക്കിയാൽ സെക്യൂർഡ് ആണ്. സബ്സ്റ്റാൻഡേർഡ് അസറ്റ് നമുക്ക് സെക്യൂർഡും വരുന്നുണ്ട്, അൺസെക്യൂർഡും വരുന്നുണ്ട്. സെക്യൂർഡ് അസറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ്? 15% ആണ് വരുന്നത്. അപ്പോൾ 15% ലോണ്. ഇനി ലോസ് അസറ്റ് മിസ് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ആ പെട്ടിക്കോൾ എടുത്ത് നോക്കുക, ടേബിൾ എടുത്ത് നോക്കുക. സെക്യൂർഡ് സബ്സ്റ്റാൻഡേർഡ് അസറ്റിൽ സെക്യൂർഡ് ലോണ് അതിന് 15%. അങ്ങനെ നിങ്ങൾ നോക്കി പോവാട്ടോ. ഇനി ലോസ് അസറ്റ് ആണെന്നുണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ്? ലോസ് അസറ്റിന് നമുക്ക് വേറെ കാറ്റഗറീസ് ഒന്നും ഇല്ല, കാറ്റഗറീസ് ഇല്ല. 100% ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡൗട്ട്ഫുൾ ഡെപ്റ്റിനെ നമുക്ക് നമ്മൾ രണ്ടായിട്ട് ആദ്യം തരംതിരിക്കും, അൺസെക്യൂർഡെന്നും സെക്യൂർഡെന്നും. ഇവിടെ അൺസെക്യൂർഡെന്നോ സെക്യൂർഡെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് സെക്യൂർഡ് ആയിട്ട് എടുക്കാം. അൺസെക്യൂർഡ് ആണെന്നുണ്ടെങ്കിൽ അൺസെക്യൂർഡ് പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഡൗട്ട്ഫുൾ ഡെപ്റ്റിനെ സെക്യൂർഡ് പോർഷനെ നമുക്ക് 3ആയിട്ട് തരംതിരിച്ചു നമ്മളല്ലേ. 1 വർഷം വരെയുള്ളതും 1 വർഷം മുതൽ 3 വർഷം വരെയുള്ളതും 3 വർഷത്തിന് മേലെയുള്ള NPAകളും. ഇവിടെ ഫോർ 1 year 1 വർഷത്തിന് നമുക്ക് 25% പ്രൊവിഷൻ വരുന്നത് അല്ലേ. ഇനി ഫോർ 2 years 1 വർഷം മുതൽ 3 വർഷം വരെ. അപ്പൊ 2 years എന്ന് പറയുമ്പോൾ ഇതിന്റെ 3 വർഷത്തിന്റെ ഇടയിൽ വന്നു, 1 വർഷത്തിനും 3 വർഷത്തിനും. അതിന് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് 40%. ഇത് വെച്ചിട്ട് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്താം. അങ്ങനെ പ്രൊവിഷൻ നമുക്ക് കിട്ടും. എമൗണ്ട് ഏതാ, പ്രൊവിഷൻ ഏതാ, ഇൻറ്റു ചെയ്യുക, എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക, സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക, അതിന്റെ ടോട്ടൽ പ്രൊവിഷൻ കാണാം. ഇനി നമുക്ക് 13ാമത്തെ ഇല്ലുസ്ട്രേഷൻ എടുത്തേ. 13ാമത്തെ ഇല്ലുസ്ട്രേഷനിൽ ഇതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് അസറ്റ്. ഇത് ഈസി പ്രോബ്ലംസ് ആണ് കേട്ടോ. ഈ ടേബിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. സബ്സ്റ്റാൻഡേർഡ് അസറ്റ് തന്നിട്ടുണ്ട് നമുക്ക്, സ്റ്റാൻഡേർഡ് അസറ്റ് തന്നിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് കാറ്റഗറീസ് തന്നിട്ടില്ല. അഗ്രികൾച്ചറൽ ആണോ, SME ആണോ, CRE ആണോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് 0.40% എടുക്കാം. അതർ ലോണിലെ സബ്സ്റ്റാൻഡേർഡ് അസറ്റ് സെക്യൂർഡ് പോർഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെക്യൂർഡ് പോർഷൻ ആണെന്നുണ്ടെങ്കിൽ 15% ആണ്. ഇനി ഡൗട്ട്ഫുൾ ഡെപ്റ്റിൽ നമുക്ക് 1 year 2 year കാറ്റഗറി ചെയ്ത് തന്നിട്ടുണ്ട്. 1 year 2 year
അതിന്റെ ബ്രാക്കറ്റിൽ നമുക്ക് അൺസെക്യൂർഡ് പോർഷൻ വേറെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യം, അൺസെക്യൂർഡ് പോർഷൻ ഒക്കെ നമുക്ക് ഡൗട്ട്ഫുൾ ഡെപ്റ്റിൽ 100% നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അൺസെക്യൂർഡ് പോർഷന് 100%. അപ്പോൾ 1 ഇയറിൽ നമുക്ക് ഈ 40,000 എമൗണ്ട് പുറത്ത് തന്നിട്ടില്ലേ, ഈ 40,000-ൽ 5,000-ന് 100% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. സൊല്യൂഷൻ എടുത്ത് നിങ്ങൾ സൊല്യൂഷനിൽ ഡൗട്ട്ഫുൾ കണ്ടോ, 1 ഇയർ അൺസെക്യൂർഡ് 5,000 ആണെന്ന് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അതിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തേക്കണ നോക്കിയേ 100%. സെക്യൂർഡ് പോർഷൻ ബാക്കി എത്രയാണ് വരുന്നത്, 40,000-ൽ 5,000 അൺസെക്യൂർഡ് ആണ്, ബാക്കി 35,000. അതിന് നമ്മൾ 25% ക്രിയേറ്റ് ചെയ്യുന്നു. 1 ഇയർ വരെ ഉള്ളതാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് 2 ഇയേഴ്സ് ആണ്. അപ്പോൾ 1 to 3 ഇയേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ വരും, രണ്ടാമത്തെ സെക്യൂർഡ് പോർഷനിൽ വരും. അതിന് നമുക്ക് 40% പ്രൊവിഷൻ. പക്ഷേങ്കിൽ ഈ 30,000-ൽ 3,000 രൂപ അൺസെക്യൂർഡ് പോർഷൻ ആണ്. അപ്പം അൺസെക്യൂർഡ് പോർഷന് നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല, 100% പ്രൊവിഷൻ. അൺസെക്യൂർഡ് പോർഷൻ നോക്കിയാൽ 3,000-ന് 100% പ്രൊവിഷൻ. സെക്യൂർഡ് പോർഷന് ബാക്കി 30,000-ൽ 3,000 കഴിച്ചിട്ട് 27,000 ആണ് സെക്യൂർഡ് പോർഷൻ. അതിന് നമുക്ക് 2 വർഷം ആയതുകൊണ്ട് 40% പ്രൊവിഷൻ എടുത്തു. ഇനി നമുക്ക് തന്നിട്ടുള്ളത് ലോസ് അസെറ്റ് ആണ്, 16,000. ലോസ് അസെറ്റിന് നമുക്കറിയാം 100% പ്രൊവിഷൻ. ഇങ്ങനെ ഓരോന്നും ഇൻഡിവിജ്വൽ കണ്ടിട്ട് ടോട്ടൽ ചെയ്യുക, അങ്ങനെ ടോട്ടൽ പ്രൊവിഷൻ കാണാം. ഇതുപോലെ തന്നെ 14ാമത്തെ പ്രോബ്ലം നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി 15ാമത്തെ പ്രോബ്ലം എടുത്തേ. 15ാമത്തെ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് വളരെ ഡൗട്ടുകൾ വരാൻ സാധ്യതയുള്ളതാണ്. 15ാമത്തെ പ്രോബ്ലത്തിൽ പെർഫോമിംഗ് അസറ്റുകൾ വരുന്നുണ്ട്. ഫസ്റ്റത്തത് പെർഫോമിംഗ് അസറ്റ്. പെർഫോമിംഗ് അസറ്റിനെ നമ്മൾ സ്റ്റാൻഡേർഡ് അസറ്റ് എന്നാണ് പഠിച്ചത് അല്ലെ. സ്റ്റാൻഡേർഡ് അസറ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് പെർഫോമിംഗ് അസറ്റ് കേട്ടോ. നോൺ പെർഫോമിംഗ് അസറ്റിന്റെ കാറ്റഗറീസ് വരുന്നതാണ് ഈ സബ് സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ് ആൻഡ് ലോസ് അസറ്റ്. ഓക്കെ, സ്റ്റാൻഡേർഡ് അസറ്റിനെ നമ്മൾ പറയുന്നത് പെർഫോമിംഗ് അസറ്റ് എന്നാണ്, അത് നോട്ട് ചെയ്ത് വെക്കാം. പെർഫോമിംഗ് അസറ്റ് 100 lakh തന്നിട്ടുണ്ട്. നമുക്കറിയാം അത് സ്റ്റാൻഡേർഡ് അസറ്റ് ആണ്. സ്റ്റാൻഡേർഡ് അസറ്റിന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ക്രിയേറ്റ് ചെയ്യാറ്, പ്രൊവിഷൻ 0.40. ഇനി രണ്ടാമത്തെ നോക്കിയേ, NPA ഫോർ 12 months, 12 മാസം വരെയുള്ള നോൺ പെർഫോമിംഗ് അസറ്റ് ആണെങ്കിൽ അത് സബ് സ്റ്റാൻഡേർഡ് അസറ്റ് ആണ്. അതിൽ സെക്യൂർഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെക്യൂർഡ് ആണെങ്കിൽ നമ്മൾ എത്ര കൊടുക്കാറ്, 15% ആണ്. ഇനി NPA ഫോർ 12 months, 12 മാസം വരെയുള്ള NPA തന്നെയാണ്. അപ്പോൾ അത് സബ് സ്റ്റാൻഡേർഡ് അസറ്റ് ആണ്. പക്ഷേ അത് അൺസെക്യൂർഡ് പോർഷൻ ആണ്. അൺസെക്യൂർഡ് പോർഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയെ കൊടുക്കാം, എസ്ക്രോ അക്കൗണ്ടുകൾ ആണെങ്കിൽ അല്ലെങ്കിൽ സേഫ് ഗാർഡ് അക്കൗണ്ടുകൾ ആണെങ്കിൽ 20%. ഇവിടെ എസ്ക്രോ സേഫ് ഗാർഡ് എന്നൊന്നും തരംതിരിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഓൺ അതർ അൺസെക്യൂർഡ് ലോൺ എന്നുള്ളതിൽ 25% കൊടുക്കാം. ഇനി നാലാമത്തെ വരുന്നത് നോക്കിയാൽ NPA ഫോർ 24 months അൺസെക്യൂർഡ്. 24 months എന്ന് പറയുമ്പോൾ 12 മാസത്തിൽ കൂടുതലായി. 12 മാസത്തിൽ കൂടുതലുള്ള NPAയെ നമ്മൾ എന്തെന്നാ പറയാ, ഡൗട്ട്ഫുൾ അസറ്റുകൾ എന്നാണ് പറയുന്നത് അല്ലെ. ഡൗട്ട്ഫുൾ അസറ്റിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് അൺസെക്യൂർഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അൺസെക്യൂർഡ്. അപ്പോൾ ഡൗട്ട്ഫുൾ അസറ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം നോക്കണം അൺസെക്യൂർഡ് ആണോ സെക്യൂർഡ് ആണോ എന്ന്. അൺസെക്യൂർഡ് ആണെങ്കിൽ നമ്മൾ 100% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇനി NPA ഫോർ 24 months, 24 മാസത്തിനുള്ള NPA തന്നെയാണ്, പക്ഷെ സെക്യൂർഡ് പോർഷൻ ആണ്. ഇതിന് നമ്മൾ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ശ്രദ്ധിക്കാം, നിങ്ങളുടെ സൊല്യൂഷൻ എടുക്കുക. സൊല്യൂഷൻ്റെ അടിയിൽ നിങ്ങൾക്ക് നോട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊടുത്തേക്കുന്നുണ്ടോ. NPA ഫോർ 24 months മീൻസ് നോട്ട് എക്സീഡിങ് 1 year, കാൽക്കുലേറ്റഡ് ആഫ്റ്റർ 12 months. അതായത് നമ്മൾ ഡൗട്ട്ഫുൾ അസറ്റിൽ NPA കാൽക്കുലേറ്റ് ചെയ്യുന്നത് 12 മാസത്തിന് ശേഷമാണ്. ഓക്കെ, 12 മാസം വരെ ഉള്ളത് നമുക്ക് സബ് സ്റ്റാൻഡേർഡ് അസറ്റ് ആണ്. 12 മാസത്തിന് ശേഷമുള്ളതാണ് നമുക്ക് ഡൗട്ട്ഫുൾ അസറ്റുകളായിട്ട് വരുന്നത്. അപ്പോൾ 12 മാസത്തിന് ശേഷം, 12 മാസം കഴിഞ്ഞാൽ പിന്നത്തെ 12 മാസം വരെ, അതായത് 24 മാസം വരെ നമ്മൾ 1 വർഷമായിട്ട് കണക്കാക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ ആ 12 മാസം നമുക്ക് 0 year ആണ്. ആ 0 year നമ്മൾ സബ് സ്റ്റാൻഡേർഡ് അസറ്റ് ആയിട്ട് എടുക്കുന്നതാണ്. ഡൗട്ട്ഫുൾ അസറ്റ് ആയിട്ട് വരുന്നത് 12 മാസത്തിന് ശേഷമുള്ള 13ാമത്തെ മാസം മുതലാണ് നമുക്ക് ഡൗട്ട്ഫുൾ അസറ്റ് വരുന്നത്.
13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24. അങ്ങനെ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് 12 മാസം, 12 മാസത്തിന് ശേഷമുള്ള ഈ 24 മാസം വരെയാണ് ഡൗട്ട്ഫുൾ അസറ്റിന്റെ പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഒരു വർഷമായിട്ട് കണക്കാക്കുന്നത്. ആദ്യത്തെ 12 മാസം 0 ഇയർ ആണ്. പിന്നത്തെ 12 മാസത്തിന് ശേഷമുള്ള 24 മാസം വരെ നമ്മൾ 1 ഇയർ ആയിട്ട് കണക്കാക്കും. അത് കഴിഞ്ഞ് 24 മാസം കഴിഞ്ഞ് പിന്നെ അടുത്തത് വരുന്നത് എത്രയാണ്? 36 മാസം വരെയാണ്. മിസ് ഇതിന്റെ നോട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. 36 മാസം വരെ വരുന്നത് നമ്മൾ 2 ഇയർ ആയിട്ട് കണക്കാക്കും ഡൗട്ട്ഫുൾ അസറ്റില്. പിന്നെ 48 മാസം വരുന്നത് നമ്മൾ 3 ഇയർ ആയിട്ട് കണക്കാക്കും. അത് കഴിഞ്ഞിട്ട് 60 മാസം വരുന്നത് നമ്മൾ 4th ഇയർ ആയിട്ട് കണക്കാക്കും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് 24 മന്ത്സ് എന്നാ തരുന്നത്. 24 മന്ത്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു വർഷമാണ്, 2 വർഷമല്ല ഒരിക്കലും. ആദ്യത്തെ 12 മാസം വരെ 0 ഇയർ ആണ്. അത് കഴിഞ്ഞിട്ടുള്ള 12 മാസം വരെയാണ് ഈ 24 മന്ത്സിൽ വരുന്നത്. അത് 1 ഇയർ ആയിട്ടാണ് നമ്മൾ ഡൗട്ട്ഫുൾ അസറ്റിൽ കണക്കാക്കുന്നത്. അപ്പോൾ 1 ഇയർ വരെയുള്ള സെക്യൂർഡ് ലോണിന് നമ്മൾ എത്രയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് പ്രൊവിഷൻ? ആ ടേബിൾ എടുത്ത് നോക്കിയേ. സെക്യൂർഡ് പോർഷൻ ആണ് 1 ഇയർ വരെയാണ് 25%. ഇനി അടുത്തത് നോക്കിയേ, NPA ഫോർ 36 മന്ത്സ്. 36 മാസം എന്ന് പറയുമ്പോൾ 2 വർഷമായി എന്ന് മിസ് പറഞ്ഞു അല്ലേ? 24 മാസം എന്ന് പറയുമ്പോൾ 1 വർഷമായി, 36 മാസം എന്ന് പറയുമ്പോൾ 2 വർഷമായി. 2 വർഷത്തെ സെക്യൂർഡ് പോർഷൻ. അപ്പോൾ സെക്കൻഡ് കാറ്റഗറി എക്സീഡിങ് 1 ഇയർ ബട്ട് നോട്ട് എക്സീഡിങ് 3 ഇയേഴ്സ്, 1 to 3 ഇയേഴ്സിൽ വന്നു. അവിടെ നമ്മൾ ഡൗട്ട്ഫുൾ അസറ്റിന് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊവിഷൻ എത്രയാണ്? 40%. അതിന്റെ താഴെ NPA ഫോർ 37 മന്ത്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സെക്യൂർഡ് പോർഷൻ ആണ്. അപ്പോൾ 12 മാസത്തിൽ കൂടുതലായതുകൊണ്ട് നമുക്ക് ഡൗട്ട്ഫുൾ അസറ്റ് ആണ്. 37 മന്ത്സ് എന്ന് പറയുന്നത് നമ്മളുടെ സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നതാണ്, 1 to 3 ഇയേഴ്സ് ആണ് അല്ലേ? 37 മന്ത്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 വർഷവും 1 മാസവും ആയിട്ടുള്ളൂ. അപ്പോൾ 1 വർഷം മുതൽ 3 വർഷം വരെ നമുക്ക് 40% ആണ്. 40% തന്നെയാണ് അപ്പോൾ ഇവിടെയും പ്രൊവിഷൻ വരുന്നത്. ദെൻ NPA ഫോർ 50 മന്ത്സ് സെക്യൂർഡ്. 48 മാസത്തിൽ കൂടുതലായി 50 മന്ത്സ് എന്ന് പറയുമ്പോൾ 48 മാസം വരെ നമ്മൾ 3 വർഷമായിട്ടാണ് ഡൗട്ട്ഫുൾ അസറ്റിൽ എടുക്കുന്നത്. 48 മാസത്തിൽ മേലെയായി എന്ന് പറയുമ്പോൾ 3 വർഷത്തിൽ മേലെയായി. 3 വർഷത്തിൽ മേലെയായിട്ടുള്ള ഡൗട്ട്ഫുൾ അസറ്റ് സെക്യൂർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 100% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത്രയുമാണ് ഈ പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളത്. ഈ നോട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. NPA ഫോർ 24 മന്ത്സ് മീൻസ് നോട്ട് എക്സീഡിങ് 1 ഇയർ. 1 ഇയറിൽ കൂടിയിട്ടില്ല. കാൽക്കുലേറ്റഡ് ആഫ്റ്റർ 12 മന്ത്സ്. ആദ്യത്തെ 12 മാസം 0 ഇയർ ആയിട്ടാണ്. മിസ് അതിന്റെ നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്നാണ് മിസ് കൊടുത്തിട്ടുള്ളത് അല്ലേ? സോറി ഡൗട്ട്ഫുൾ അസറ്റ് എന്നാണ് കേട്ടോ, ഡെപ്റ്റ് അല്ല കേട്ടോ. ഡൗട്ട്ഫുൾ അസറ്റ് മോർ ദാൻ 12 മന്ത്സ് വരുന്നതാണ് ഡൗട്ട്ഫുൾ അസറ്റ് ആകുന്നത്. NPA മോർ ദാൻ 12 മന്ത്സ് കേട്ടോ, വെറും 12 മന്ത്സിന് മേലെയുള്ള അസറ്റുകളല്ല. ഇയർ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ വർഷം ഇയർ ഫോർ പ്രൊവിഷൻ, ഡൗട്ട്ഫുൾ അസറ്റിൽ പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുന്ന ഇയർ ആദ്യത്തെ 12 മാസം മന്ത്സ് ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ 1 വർഷം അല്ലെങ്കിൽ 12 മാസം എന്ന് പറഞ്ഞത് നമ്മൾ 0 ഇയർ ആയിട്ടാണ് എടുക്കുന്നത്. രണ്ടാമത്തെ വർഷമാണ് നമ്മൾ 1 വർഷമായിട്ട് കാൽക്കുലേഷന് കണക്കാക്കുന്നത്. അത് 24 മന്ത്സ് ആണ് നമ്മളെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള പോലെ. മൂന്നാമത്തെ വർഷം നമ്മൾ രണ്ടാമത്തെ വർഷമായിട്ടാണ് കാൽക്കുലേറ്റ് കണക്കാക്കുന്നത്, 36 മന്ത്സ് ആണ്. നാലാമത്തെ വർഷം നമുക്ക് 3ാമത്തെ ഇയർ ആയിട്ടാണ് കണക്കാക്കുന്നത്, അത് 48 മാസം വരെയാണ്. അപ്പോൾ നമുക്ക് 24 മാസം വരെയാണെങ്കിൽ 25% പ്രൊവിഷൻ കൊടുക്കാം. ഈ 24 മാസത്തിന് ശേഷമാണെന്നുണ്ടെങ്കിലും 24 മാസത്തിന് ശേഷം എന്ന് പറയുമ്പോൾ 25ാമത്തെ മാസം തൊട്ടിട്ട് 25, 26 തൊട്ടിട്ട് 48ാമത്തെ മാസം വരെ. 48ാമത്തെ മാസം എന്ന് പറയുന്നത് 3ാമത്തെ വർഷമാണ് നമുക്ക് പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 1, 2, 3 ഇയേഴ്സ് നമ്മൾ 40% ആണ് പ്രൊവിഷൻ കൊടുക്കുന്നത്. 5ാമത്തെ വർഷം നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൗട്ട്ഫുൾ അസറ്റിന്റെ ഇയർ ഫോർ പ്രൊവിഷൻ എടുക്കുന്നത് 4th ഇയർ ആയിട്ടാണ്. അത് നമ്മൾ 100% ആണ്. കാരണം അത് 48 മാസത്തിൽ കൂടി 3 മാസത്തിൽ കൂടുതലായി. അപ്പോൾ നമ്മൾ 100% പ്രൊവിഷൻ കൊടുക്കും. ഇതൊന്ന് നല്ലോണം ക്ലിയർ ചെയ്ത് പഠിക്കുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, ക്ലാസ് കഴിയുമ്പോൾ അപ്പം തന്നെ ചോദിക്കാം. ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ
നമ്മളെ ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ്.